മഴതോരും മുൻപയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അലീന തൻ്റെ പപ്പയ്ക്കൊപ്പം മനസ്സില്ലാ മനസ്സോടെയാണ് പപ്പയുടെ വീട്ടിലേക്ക് പോന്നെങ്കിലും അവരുമായിട്ടൊക്കെ പെട്ടെന്ന് തന്നെ ഇണങ്ങിച്ചേരുകയായിരുന്നു അലീന. എന്നാൽ അലീന പോകുന്ന വിഷമം ബാലചന്ദ്രൻ്റെ വീട്ടിൽ ആർക്കും തന്നെ മാറുന്നുണ്ടായിരുന്നില്ല. എല്ലാവർക്കും വല്ലാത്ത സങ്കടത്തിൽ തന്നെയായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസങ്ങൾ കടന്നു പോകെ മറ്റൊരു ദിവസം രോഹിത്ത് ബാലചന്ദ്രനോട് ചോദിക്കുകയാണ്, അച്ഛാ, എനിക്ക് ചേച്ചിയെ ഒന്ന് കാണണമെന്നുണ്ട്. എനിക്ക് മാനസികമായിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നു. ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ചേച്ചിയെ വേണ്ട വിധത്തിൽ ആരും വില വെച്ചിരുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് തിരിച്ച് ബാംഗ്ലൂർക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ചേച്ചിയെ ഒന്ന് കാണണം അച്ഛാ. എന്നെ അച്ഛനൊന്ന് കൊണ്ടുപോകുമോ എന്ന് ബാലചന്ദ്രനോടായി രോഹിത്ത് ചോദിക്കുകയാണ്. രോഹിത്തിനോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോനെ, നീ എന്തുദ്ദേശിച്ചിട്ടാണ് ചേച്ചിയെ കാണാൻ പോകണമെന്ന് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ് സ്റ്റാൻലി ജോസഫ്. പക്ഷേ അലീന ആ വീട്ടിലുള്ളിടത്തോളം കാലം അവരാരെയും തന്നെ നമുക്കൊരു ശത്രുവായി കാണാനോട്ട് പറ്റത്തുമില്ല. പക്ഷേ നമുക്ക് എന്ന് വെച്ചാൽ നീ വൈജയുടെ മകനാണ്. അങ്ങനെയുള്ള നിനക്ക് നീ എന്തർത്ഥത്തിലാണ് സ്റ്റാൻലിയുടെ വീട്ടിൽ പോകണമെന്നും അവിടെ പോയി അലീനയെ കാണണമെന്നൊക്കെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ രോഹിത്തിനോട് ബാലചന്ദ്രൻ പറയുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, അച്ഛൻ ഈ പറഞ്ഞതൊന്നും തന്നെ ചിന്തിക്കുന്നില്ല. അത് എൻ്റെ ചേച്ചിയാണ്, അത് എൻ്റെ ചേച്ചിയുടെ വീടാണ്. ഞാൻ അത്ര തന്നെ ചിന്തിക്കുന്നുള്ളൂ. സാധാരണ അവസ്ഥയിൽ സഹോദരിമാരെ വിവാഹം കഴിച്ചയച്ചാൽ അവരെ കാണണമെന്ന് തോന്നുമ്പോൾ നമ്മൾ ആ വീട്ടിൽ പോകത്തില്ലേ? ഞാൻ അങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ അച്ഛാ. അങ്ങനെ വിചാരിച്ചാൽ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ. ഞാൻ ചുറ്റുമുള്ളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എനിക്ക് ചേച്ചിയെ കാണണം, അത്ര തന്നെ എന്ന് ഒറ്റ അർത്ഥത്തിൽ അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് രോഹിത്ത്. ബാലചന്ദ്രന് രോഹിത്തിൻ്റെ വിഷമമൊക്കെ മനസ്സിലാവുന്നുണ്ട്. രോഹിത്തിൻ്റെ മാത്രമല്ല, ബബിതയുടെയും കൃഷ്ണമോളുടെയും ഒക്കെ. അലീന പോയതിന് ശേഷം നമ്മുടെ വൈജയന്തി ആ വീട്ടിലേക്ക് തിരിച്ചു വന്നെങ്കിലും അവരെ ആരും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരാൾ ആ വീട്ടിലുണ്ടെന്ന് പോലും അവർ ഗൗനിക്കുന്നില്ല. വൈജയ്ക്കാണെങ്കിൽ ആ കാര്യത്തിൽ വല്ലാത്ത വിഷമമുണ്ട്. ബബിതയോടും രോഹിത്തിനോടും കൃഷ്ണമോളോടും ഒക്കെ അതിൻ്റേതായ ദേഷ്യത്തിൽ കുത്തുവാക്കുകളൊക്കെ വൈജ പറയുന്നുണ്ട്. അവരാരും തന്നെ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവർ സ്വന്തമായി പാചകം ചെയ്യുന്നു. തൻ്റെ ചേച്ചി പഠിപ്പിച്ച് തന്നിട്ടുള്ള ശീലങ്ങൾ അവർ മുന്നോട്ട് വളരെ നല്ല ഭംഗിക്ക് കൊണ്ടുപോകുന്നു. അതൊക്കെ തന്നെയാണ് ആ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രോഹിത്തിൻ്റെ ആവശ്യം വളരെ ന്യായമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ബാലചന്ദ്രൻ രോഹിത്തിനോട് പറയുന്നുണ്ട്, മോനി പോകണമെങ്കിൽ പോകാം. പക്ഷേ എന്നാണ് നീ പോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ, ഇപ്പോൾക്കിപ്പോൾ അച്ഛൻ സമ്മതം തന്നാൽ ഞാൻ ഒറ്റയ്ക്കായാലും പൊക്കോളാം അച്ഛാ. എനിക്ക് അച്ഛൻ ലൊക്കേഷൻ അയച്ചു തന്നാൽ മതി. ഞാനൊരു ഊബറോ അല്ലെങ്കിൽ ഒരു ടാക്സിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പൊയ്ക്കോളാം. അതല്ല ബസ്സിന് പോകാനാണ് എളുപ്പം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും ഞാൻ പൊയ്ക്കോളാം അച്ഛാന്നൊക്കെ വളരെ വളരെ ഉത്സാഹത്തോടു കൂടി തന്നെ രോഹിത്ത് പറയുകയാണ് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ ഇത്ര ആഗ്രഹിച്ച് നിൽക്കല്ലേ, നീ അന്നൊരു കാര്യം ചെയ്യും. നിനക്ക് ഉടനെ തന്നെ ബാംഗ്ലൂർക്ക് അവിടെ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതുമാണല്ലോ. നീ പോകാനെന്നാൽ റെഡി ആയിക്കോ. ഞാൻ നിന്നെ അവിടെ സിറ്റിയിൽ കൊണ്ടുവിട്ട് തരാം. അവിടെ ചെന്നിട്ട് നീ ഒരു ടാക്സി എങ്ങാനും വിളിച്ച് പൊയ്ക്കോ എന്നുള്ളതിനൊക്കെ ബാലചന്ദ്രൻ പറയുന്നത് കേട്ടിട്ട് രോഹിത്തിന് വളരെ സന്തോഷമാവുന്നുണ്ട്. രോഹിത് പെട്ടെന്ന് തന്നെ മുറിയിൽ ചെന്നിട്ട് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂട്ടത്തിൽ അവൻ്റെ 1-2 ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി പോകുമ്പോൾ എങ്ങനെയായാലും ഇന്ന് തന്നെ താൻ തിരിച്ചു വരില്ലെന്ന് അപ്പോളേ രോഹിത് മനസ്സുകൊണ്ട് ഉറപ്പിക്കുകയാണ്. ചേച്ചിയെ കണ്ട് തിരിച്ചു പോരാനല്ല താൻ പോകുന്നതെന്ന് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ മനസ്സുകൊണ്ട് ഉറപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1-2 ജോഡി ഡ്രസ്സുകളും എടുത്തു വെക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് രോഹിത് ധൃതിയിൽ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ട് ബബിത മുറിയിലേക്ക് വരുന്നുണ്ട്. ബബിത ചോദിക്കുന്നുണ്ട്, ചേട്ടൻ എന്താ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്നത്? ബാംഗ്ലൂർക്ക് പോകേണ്ട ഡേറ്റൊന്നും ആയിട്ടില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ രോഹിത്ത് ബബിതയോട് പറയാണ്, ബാംഗ്ലൂർക്കല്ല, ഞാനേ ചേച്ചിയെ കാണാനായിട്ട് ചേച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണെന്ന്. ഏത് ചേച്ചിയെന്ന് ബബിത അതിശയപൂർവ്വം ചോദിക്കുകയാണ്. കാരണം ബബിതയെ ഉദ്ദേശിച്ചത് അലീനയെ തന്നെയാണെങ്കിലും അവിടേക്ക് എങ്ങനെയാണ് നമ്മൾ പോവുക എന്നുള്ളതായിരുന്നു ബബിതയുടെ മനസ്സിൽ. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, എനിക്ക് അച്ഛൻ സമ്മതം തന്നു,
നീ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. എങ്ങനെയാ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാന്നല്ലേ? അതെ, ഞാൻ അലീന ചേച്ചിയുടെ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. എന്നോട് അച്ഛൻ പൊയ്ക്കോളാനും പറഞ്ഞു. പക്ഷേ അച്ഛന് കൊണ്ടുവിട്ട് തരാൻ ബുദ്ധിമുട്ടുണ്ട്. സിറ്റിയിൽ ചെന്നിട്ട് അച്ഛനൊരു ടാക്സി വിളിച്ച് തരാമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ രോഹിത് പറയുന്നുണ്ട്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, എന്നാൽ എന്നെ കൂടി കൊണ്ടുപോവോ, ഞാനും ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു എന്ന്. ബബിതനോട് രോഹിത് പറയുന്നുണ്ട്, നിങ്ങൾ എപ്പോഴാണെന്ന് വെച്ചാൽ പോയിക്കോ, ഞാനിപ്പോൾ തൽക്കാലം ഞാൻ പോയിട്ട് വരട്ടെ. എനിക്കിനിപ്പോൾ അടുത്ത ആഴ്ച എങ്ങാനും അവിടെ ബാംഗ്ലൂർ കോളേജിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് പോകേണ്ടി വരില്ലേ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ചേച്ചിയെ പോയി കണ്ട് യാത്ര പറയാനൊന്നും സൗകര്യം കിട്ടിയെന്ന് വരില്ല. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ പോവുകയാണെന്നൊക്കെ രോഹിത് പറയുകയാണ്. അപ്പോൾ ബബിതയ്ക്കും തോന്നി അവൻ പറയുന്നതിൽ ന്യായമായ കാര്യമുണ്ടെന്ന്. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ കൃഷ്ണമോൾ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ എന്തായിരിക്കും ബഹളമെന്ന് ആർക്കറിയാം. അവളെയും കൊണ്ടുപോകണമെന്ന് നേരത്തെ കൂട്ടി അവൾ പറഞ്ഞിരുന്നു ഞാൻ ചേച്ചിയെ കാണാൻ പോകുമ്പോൾ. എന്തായാലും നീ അവളോട് പറഞ്ഞാൽ മതി, പെട്ടെന്നുണ്ടായ തീരുമാനമാണെന്നൊക്കെ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് രോഹിത് ബാഗും എടുത്ത് താഴേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. ബാലചന്ദ്രൻ അവനൊപ്പം യാത്ര തിരിക്കുകയാണ്. രണ്ടുപേരും കൂടി ഒരുമിച്ച് തന്നെ പോകുന്നതും രോഹിത്തിൻ്റെ കയ്യിൽ ബാഗൊക്കെ കാണുമ്പോൾ വൈജ വന്ന് ബബിതയോട് ചോദിക്കുന്നുണ്ട് അവനിന്ന് എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്ന്. ബബിത അതിന് തക്കതായ മറുപടിയും വൈജയ്ക്ക് കൊടുക്കുന്നുണ്ട്. മകനല്ലേ, പോയപ്പോൾ ചോദിക്കായിരുന്നില്ലേ, എന്നോട് വന്നിട്ട് ചോദിച്ചിട്ട് ഇപ്പം ഞാൻ എന്ത് പറയാനാണ്? നിങ്ങളൊക്കെയല്ലേ ഇപ്പോൾ തീരുമാനം എടുക്കുന്നത്, നിന്നോടൊക്കെ പറയാതെ അവനിപ്പോൾ എവിടെയും പോവില്ലല്ലോ, ഇപ്പം അങ്ങനെയൊക്കെ ആയില്ലേ എന്നൊക്കെ വൈജ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു കുശുമ്പ് പിടിച്ച പോലെയൊക്കെ സ്വന്തം മകളോട് തന്നെ സംസാരിക്കുകയാണ്. അപ്പോൾ ബബിത വൈജയോട് പറയുന്നുണ്ട്, എന്തിനാ ഇങ്ങനെ നടക്കുന്നത്, ഞങ്ങളുടെ ഒപ്പം നല്ല സുഹൃത്തായിട്ട് കൂടിക്കൂടെ? അമ്മയുടെ സ്ഥാനം എപ്പോഴും അമ്മയ്ക്ക് തന്നെ ഉണ്ടാവും അമ്മേ. അതിനെ അമ്മ ഇങ്ങനെ ഗൗരവം പിടിച്ച് ഞങ്ങൾ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അമ്മ പറയുന്നവരോടെ മിണ്ടാൻ പാടുള്ളൂ, അങ്ങനെയൊന്നും പറഞ്ഞു നടക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മ ഒന്ന് ഞങ്ങളുടെ കൂടെ ഞങ്ങളിൽ ഒരാളായിട്ട് മാറി നോക്കിയേ. അമ്മയ്ക്ക് അമ്മയുടെ സ്ഥാനവും അമ്മയ്ക്ക് ഞങ്ങളിലൊരു സ്ഥാനവും ഒരു സുഹൃത്തായിട്ടും ഒക്കെ അമ്മ എന്നും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അതിനൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്ക്. അപ്പം ഇതുപോലെ എല്ലാവരോടും നടന്നിട്ട് മറ്റുള്ളവരെ കാര്യമൊന്നും അന്വേഷിക്കേണ്ടി വരില്ല. അമ്മയോടും കൂടി ഒരു തീരുമാനം എടുത്തിട്ട് തന്നെയായിരിക്കും എല്ലാം ചെയ്യാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബബിത അവളുടെ മുറിയിൽ കയറി വാതിലടയ്ക്കുകയാണ്. വൈജയ്ക്ക് അപ്പോൾ ദേഷ്യം വന്നിട്ട് നിൽക്കുകയാണ്. വൈജ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് അറിയാൻ പറ്റിയില്ല. എവിടേക്കാണ് രോഹിത് പോയതെന്നും വൈജയ്ക്ക് ഒട്ടും ചിന്തിക്കാനും കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് ബാലചന്ദ്രൻ രോഹിത്തിനോടായി പറയുന്നുണ്ട്, അവിടെ ചെന്നിട്ട് നമ്മുടെ വീട്ടിൽ ചേച്ചിയോട് കാണിക്കുന്ന സ്വാതന്ത്ര്യമൊന്നും കാണിക്കാൻ നിൽക്കരുത്. മറ്റൊരു വീടാണ്, മറ്റൊരു സാഹചര്യമാണ്, പുതിയ ആൾക്കാരാണ്. അലീന തന്നെ അവിടുത്തെ സാഹചര്യങ്ങളായിട്ട് അവൾ പൊരുത്തപ്പെട്ട് പോകുന്നതേ ഉള്ളൂ. നിനക്ക് ആ വീടും പരിസരവും ഒക്കെ ചെന്ന് കാണുമ്പോൾ നിനക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നിയേക്കാം. കാരണം നമ്മളാരും താമസിക്കുന്ന ആ ഒരു ചുറ്റുപാടൊന്നുമല്ല അവിടെ എന്നൊക്കെ ബാലചന്ദ്രൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് സ്റ്റാൻലിയുടെ അഡ്രസ്സ് എഴുതിയ ഒരു സ്ലിപ്പും കൂടി രോഹിത്തിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് രോഹിത്തിനോടായിട്ട് പറയുന്നുണ്ട്, ഇത് നീ പോകുന്ന ടാക്സിക്കാരനെ കാണിച്ചാൽ മതി, അല്ലെങ്കിൽ അയാൾക്ക് റൂട്ട് അറിയാം, ഞാൻ ഗൂഗിൾ മാപ്പിൽ അയച്ചു കൊടുത്തോളാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ സിറ്റിയിൽ ചെല്ലുമ്പോൾ ആരോടെങ്കിലും ചോദിച്ചാൽ ഈ അഡ്രസ്സ് കാണിച്ചാൽ അവർ പറഞ്ഞു തരും വഴി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പറഞ്ഞ പോലെ തന്നെ രോഹിത്തിനായിട്ട് ഒരു ഊബറൊക്കെ ബുക്ക് ചെയ്ത് അവനെ സേഫായിട്ട് അയക്കുകയാണ് ബാലചന്ദ്രൻ. രോഹിത് ഇവിടെ നിന്നും യാത്ര തിരിച്ച ഉടനെ തന്നെ ബാലചന്ദ്രൻ അലീനയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അലീനയോടായി പറയുന്നുണ്ട്, അതെ, ഇവിടെ നിന്ന് ഒരാളെ ഞാൻ അങ്ങോട്ട് കയറ്റി വിട്ടിട്ടുണ്ട് കേട്ടോ. നിന്നെ കാണാതെ ഇവിടെ ഒരു സമാധാനമില്ലെന്നും തിന്നാനും കുടിക്കാനൊന്നും കഴിയുന്നില്ലെന്നൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ നീ ഇവിടെ ഉള്ളപ്പോൾ തന്നെ നമുക്ക് രോഹിത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ ബാംഗ്ലൂരത്തെ കോഴ്സിന് അപ്ലൈ ചെയ്തിരുന്നല്ലോ, അത് അവന് ആ കോളേജിൽ അഡ്മിഷൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ലെറ്റർ വന്നിരുന്നു. അപ്പോൾ അവിടെ ക്ലാസ് തുടങ്ങുമ്പോൾ അവനെ അവിടെ കൊണ്ടുപോയി അഡ്മിഷൻ എടുക്കേണ്ടി വരും, അവനവിടെ കൊണ്ടുപോയി ആക്കേണ്ടിയും വരുമല്ലോ. അതിന് മുമ്പായിട്ട് നിൻ്റെ കൂടെ വന്ന് നിൽക്കണം, അല്ലെങ്കിൽ നിന്നെ ഒന്ന് വന്ന് കാണണമെന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത ബഹളം വെച്ചപ്പോൾ ഞാനിവിടെ നിന്നും വണ്ടി കയറ്റി വിട്ടിട്ടുണ്ടെന്നൊക്കെ ബാലചന്ദ്രൻ ഒറ്റ ശ്വാസത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അലീനയ്ക്ക് ആകെ ഒരു ഞെട്ടലായിരുന്നു. തൻ്റെ അനിയൻ വരുന്നു തന്നെ കാണാനായിട്ട്, അവനെയൊക്കെ കൂടെ നിൽക്കാനായിട്ട് താൻ മനസ്സുകൊണ്ട് വല്ലാതെ കൊതിച്ച് നിൽക്കുകയായിരുന്നു എന്നൊക്കെ അലീന
ഇങ്ങനെ മനസ്സുകൊണ്ട് വല്ലാതെ സന്തോഷം കൊണ്ടും തന്നെ കാണാൻ വരുന്നു എന്നറിഞ്ഞപ്പോഴുള്ള ഒരു സന്തോഷവും സങ്കടവും ഒക്കെ അലീനയ്ക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് തനിക്ക് ഓർമ്മ വന്നത്, താനിപ്പോൾ തറവാട്ടിലാണല്ലോ ഉള്ളത്. ഉടനെ തന്നെ തൻ്റെ പപ്പയുടെ വീട്ടിലേക്ക് പോകണം. ഇവിടെ നിന്നും ഏകദേശം 1 മണിക്കൂർ യാത്ര അവിടേക്കുണ്ടല്ലോ എന്നൊക്കെ അലീന ചിന്തിക്കുകയാണ്. അലീന ഉടനെ തന്നെ അത് ബാലചന്ദ്രനോട് പറയുന്നുണ്ട്. അച്ഛാ, ഞാനിപ്പോൾ ഇവിടെയാണല്ലോ, ചാച്ചൻ്റെ വീട്ടിലാണല്ലോ ഉള്ളത്. എനിക്ക് ഇവിടെ നിന്നും അവിടത്തേക്ക് എത്താൻ 1 മണിക്കൂർ യാത്രയും ഉണ്ട്. ഞാനെന്തായാലും ഇപ്പോൾ അച്ഛൻ്റെ കോള് കട്ട് ചെയ്യാണ് കേട്ടോ. ഞാൻ അവിടെ ചെന്ന് രോഹിത്തിനെ കണ്ട് സംസാരിച്ചതിനൊക്കെ ശേഷം അച്ഛനെ വിളിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് അലീന പെട്ടെന്ന് തന്നെ കോള് കട്ട് ചെയ്യുന്നുണ്ട്. അലീനയ്ക്ക് ആകെ വെപ്രാളായി. താൻ ചാച്ചനോട് ചെന്ന് അത് പറയുകയാണ്. ചാച്ച, എൻ്റെ ആങ്ങള വരുന്നുണ്ട്, അനിയൻ രോഹിത്ത്. അവനെ കാണാനായിട്ട് എനിക്ക് പോകണം. അത് ഔതുക്കുട്ടിച്ചായനിൽ വല്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കി. അലീനയെ കാണാനായിട്ട് കടപ്പാട്ടൂരിൽ നിന്നൊക്കെ അവർ വരുന്നതൊന്നും ഔതുക്കുട്ടിച്ചായൻ അത്ര ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. തൻ്റെ പേരമകൾ തനിക്കും തൻ്റെ കുടുംബക്കാർക്കും മാത്രം അവകാശപ്പെട്ടതാണ്. ഇനി അവളെ അന്വേഷിച്ച് ആരും വരണ്ട എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്. അദ്ദേഹത്തിന് അതത്ര ദഹിക്കാത്തത് പോലെ തന്നെ അദ്ദേഹം അവളോടായി ചോദിക്കുന്നുണ്ട്. ഇതിപ്പോൾ 1-2 ആഴ്ചയല്ലേ നീ ഇവിടെ വന്നിട്ടായിട്ടുള്ളൂ, ആവുന്നുള്ളൂ. അതിനിടയ്ക്കിപ്പോൾ എത്രാമത്തെ വട്ടം അവിടെ നിന്ന് ഇങ്ങനെ ആൾക്കാർ വരുന്നത്? എന്തിനാ കുഞ്ഞിനെ അവരെയൊക്കെ വന്ന് ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ഔതുക്കുട്ടിച്ചായൻ അലീനയോട് ചോദിക്കുമ്പോൾ അലീന പറയാണ്, അത് ചാച്ച, ഞാൻ വിളിച്ചിട്ടൊന്നുമല്ല അവർ വരുന്നത്. അവർക്ക് എന്നെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്. എനിക്കും അവരെ കൂടെ കഴിയണമെന്നും അവരെ കാണണമെന്നൊക്കെ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ ഇത്രയും ദൂരം യാത്ര ചെയ്യണ്ടേ എന്നൊക്കെ ആലോചിച്ചിട്ട് ഞാൻ ആരോടും പറയാതിരിക്കുന്നതാണ്. പക്ഷെ കർത്താവ് എൻ്റെ മനസ്സ് കണ്ടിട്ടാണെന്ന് തോന്നുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ അവിടെ നിന്നും ആരെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നൊക്കെ അലീന പറയാണ്. ഔതുക്കുട്ടിച്ചായൻ അലീന മനസ്സിലാക്കാൻ വേണ്ടി തന്നെ പറയുന്നുണ്ട്. ദേ മോളെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കാര്യം ശരി, ലാലിച്ചൻ എൻ്റെ മോനൊക്കെ തന്നെയാണ്. പക്ഷേ അവൻ്റെ ഒരു സ്വഭാവം നിനക്കും അറിയാവുന്നതാണല്ലോ. ഇപ്പോൾ അത്യാവശ്യം നീയും മനസ്സിലാക്കിയിട്ടുണ്ടാവും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അവനിതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല കേട്ടോ എന്ന് പറയാണ്. അലീനയ്ക്ക് അത് മാനസികമായിട്ടൊരു വിഷമമുണ്ടാക്കിയെങ്കിലും അവളത് മുഖത്ത് കാണിച്ചില്ല. അവൾ ഉടനെ തന്നെ ഔതുക്കുട്ടിച്ചായനോട് പറയാണ്, ചാച്ച, എന്നെ ഒന്ന് അവിടെ കൊണ്ടുപോയി ആക്കി തരുമോ? അവൻ വരുമ്പോൾ ഞാൻ എന്തായാലും അവിടെ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അതാകെ പ്രശ്നമാവും. ഇപ്പം തന്നെ ചാച്ചൻ പറഞ്ഞതും കൂടിയും കേട്ടപ്പോൾ എനിക്ക് ആകെപ്പാടെ ഒരു പേടി തോന്നുകയാണെന്നൊക്കെ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ചാച്ച, എന്താ ചാച്ച മിണ്ടാതെ നിൽക്കുന്നേ, എന്നെ ഒന്നാക്കിത്താന്ന്. അലീനയുടെ ആ കെഞ്ചിക്കൊണ്ടുള്ള സംസാരം കേൾക്കുമ്പോൾ ഔതുക്കുട്ടിച്ചായൻ ചോദിക്കുന്നുണ്ട്, ഇവിടെ വൈകുന്നേരം കൊച്ചുങ്ങളൊക്കെ വരുമ്പോൾ എന്നാ പറയും? നീ എവിടെ പോയിന്ന് പറയും? അവർ കിടന്നിവിടെ മേളം വെക്കുമല്ലോ എന്നൊക്കെ. അലീന അപ്പം പറയുകയാണ്, അവൻ ഇന്ന് വന്നിട്ട് നാളെ എങ്ങാനും പോകും തിരിച്ച്. അപ്പോൾ ഉടനെ തന്നെ ഞാൻ ചാച്ചൻ്റെ കൂടെ ഇങ്ങോട്ട് തന്നെ വരാലോ, അതുവരെയും ചാച്ചനും അവിടെ നിൽക്ക് എന്നൊക്കെ അലീന പരിഹാരമുണ്ടെന്ന രീതിയിൽ ചാച്ചനോട് പറഞ്ഞ് ബോധ്യപ്പെടുത്താണ്. അലീനയോടായി ചാച്ചൻ പറയുന്നുണ്ട്, ഞാനെന്തായാലും കാറ് ഇറക്കട്ടെ, നീ പോയിട്ട് ആൻസിയോടും റാണിമോളോടും ഒക്കെ യാത്ര പറഞ്ഞിട്ട് വായോ എന്ന് പറയുകയാണ്. അലീന പെട്ടെന്ന് തന്നെ ഓടിപ്പോയി തൻ്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്പീഡിൽ വന്നിട്ട് ആൻസിയോട് വിവരങ്ങളൊക്കെ ധരിപ്പിക്കുകയാണ്. ആൻസി പറയുന്നുണ്ട്, എന്താ ഇപ്പം മുഖത്തൊരു സന്തോഷം? ഇത്രയും സന്തോഷം ഇവിടെ വന്നിട്ട് ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഉടനെ തന്നെ റാണിമോളോടും പോയി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. റാണിക്കിപ്പോൾ അലീന പറയുന്നതും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ അലീനയ്ക്ക് വല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല റാണിയെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട്. തിരിച്ച് അലീന വന്ന് ചാച്ചൻ്റെ കാറിൽ കയറുന്നുണ്ട്. ചാച്ചൻ്റെ മുഖം 1.5 കൊട്ടയായിട്ട് വീർത്ത് കെട്ടിയിരിക്കുകയാണ് കേട്ടോ അലീന പോകുന്നതിലും അലീനയെ അന്വേഷിച്ച് കടപ്പാട്ടൂരിൽ നിന്ന് ആൾക്കാർ വരുന്നതായിട്ടൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട്. കൂടുതലൊന്നും ചാച്ച സംസാരിക്കുന്നില്ല. ഉടനെ തന്നെ അവർ പുറപ്പെടുകയാണ് സ്റ്റാൻലിയുടെ വീട്ടിലേക്ക്. മണിക്കൂറുകൾ കടന്നു പോകെ അലീനയും ചാച്ചനും സ്റ്റാൻലിയുടെ വീട്ടിൽ എത്തിച്ചേരുകയാണ്. ഈ സമയത്ത് അവിടെ സ്റ്റാൻലി ഉണ്ടായിരുന്നില്ല. ചാച്ചനും അലീനയും അകത്ത് കയറി അകത്ത് എന്തൊക്കെയോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൻ്റപ്പനോടായിട്ട് അലീന ചോദിക്കുന്നുണ്ട്, ആൻ്റപ്പേട്ട, പപ്പ എവിടെ പോയി? അറിയത്തില്ല കൊച്ചേ, രാവിലെ തന്നെ പോയതാ. അല്ല, കൊച്ചു വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ അദ്ദേഹം. അതിനെ നിങ്ങളുടെ അദ്ദേഹത്തിന് അറിയത്തില്ല ഞാൻ വരുന്നത്. ഇതിപ്പോൾ
ഒരു സർപ്രൈസായിട്ട് വന്നതല്ലേ ഞാൻ കരുതിയത് പപ്പ ഇവിടെ ഉണ്ടാവുന്ന. അത് കൊള്ളാം. അത് കൊച്ചിൻ്റെ പപ്പയെ മര്യാദക്ക് അറിയാത്തതുകൊണ്ടാണ്. വീട്ടിലിരിക്കുന്ന സ്വഭാവം വളരെ കുറവല്ലേ. അല്ല, ഞാനിതാരോടാ പറയുന്നേ? ദാ നിൽക്കുന്നു, അങ്ങേരോട് തന്നെ ചോദിച്ചാൽ പോരെ മോൻ്റെ സ്വഭാവം എന്താണെന്ന്. അത് ഞാൻ ചോദിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അലീന ചിരിച്ചുകൊണ്ട് തന്നെ കിച്ചണിലേക്കാണ് നേരെ ചെല്ലുന്നത്. കിച്ചണിൽ ചെന്നിട്ട് ഫ്രിഡ്ജ് തുറന്ന് ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കുകയാണ് അവൾ. ധാരാളം ഫ്രൂട്ട്സുകൾ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് പൈനാപ്പിൾ അവളെ കണ്ണിൽ പെട്ടത്. പുറത്തിരിക്കുന്ന പൈനാപ്പിൾ എടുത്ത് അവൾ പെട്ടെന്ന് തന്നെ തൊലിയൊക്കെ കളഞ്ഞ് ജ്യൂസ് അടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് കാണുന്ന ആൻ്റപ്പൻ ചാച്ചനോട് ചോദിക്കുന്നുണ്ട്, എന്നാ പറ്റി? ഞാനിതുവരെ ഈ കൊച്ച് ഇത്രയും സന്തോഷത്തിൽ ഇവിടെ വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ചാച്ചൻ പറയുന്നുണ്ട്, അത് അവൾക്ക് വളരെ വേണ്ടപ്പെട്ടവർ വരുന്നതിൻ്റെ ഉത്സാഹമാണ് ആ കാണിക്കുന്നത്. അല്ലാതെ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് നമുക്ക് ജ്യൂസ് അടിക്കൊന്നും അല്ല അത്. ആൻ്റപ്പൻ അത് വിചാരിച്ചിവിടെ നിൽക്കണ്ട, പുറത്തെ പണികൾ നോക്കിക്കോ എന്ന് ചാച്ചനും കളിയാക്കിക്കൊണ്ട് പറയാണ്. അപ്പോൾ ആൻ്റപ്പൻ ചോദിക്കുന്നുണ്ട്, ആരാ ഇന്ന് ഇവിടേക്ക് വരുന്നത്? അത് വരുമ്പോൾ കാണാം ആൻ്റപ്പ, നീ ഇപ്പോൾ ചെല്ല് എന്ന് പറഞ്ഞുകൊണ്ട് ചാച്ചൻ പുള്ളിക്കാരനെ പുറത്തേക്ക് അയക്കുകയാണ്. അലീനയും ചാച്ചനും സംസാരിച്ചുകൊണ്ട് വീട്ടിലെ ഒരേ പണികളൊക്കെ എടുത്ത് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് സ്റ്റാൻലി വരുന്നുണ്ട്. പുറത്ത് ചാച്ചൻ്റെ കാറ് കിടക്കുന്നത് കണ്ടപ്പോഴേ സ്റ്റാൻലിക്ക് കാര്യം മനസ്സിലായി അലീനയുമായിട്ട് ചാച്ചൻ വന്നിട്ടുണ്ടെന്ന്. അല്ലാതെ ഈ സമയത്ത് അലീനയെ അവിടെ നിർത്തിക്കൊണ്ട് ചാച്ചൻ ഇങ്ങോട്ട് വരുത്തില്ലെന്ന് സ്റ്റാൻലിക്ക് ഉറപ്പായിരുന്നു. സ്റ്റാൻലി അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ ഹാളിൽ സോഫയിലിരുന്ന് ചാച്ചനും അലീനയും കൂടി സംസാരിക്കുന്നത് കാണുന്നതാണ്. സ്റ്റാൻലിയെ കണ്ടതും അലീന അവിടെ നിന്നും എഴുന്നേറ്റ് ചെല്ലാണ്. അലീനയെ കണ്ടതും സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, നീ ഇതെപ്പോഴാണ് വന്നേ? അല്ല, ഇന്ന് വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. കുറച്ച് ദിവസമെന്നോ 2-3 ദിവസമെന്നോ എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ ഇന്നലെ ഫോൺ വെച്ചതും. അതുകൊണ്ടല്ലേ പപ്പ, പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് വരേണ്ട ആവശ്യമുണ്ടായി, അതുകൊണ്ടാണ് ഇങ്ങ് വന്നത്. അല്ല, പപ്പ ഇതെവിടെ പോയിരുന്നു? ഞങ്ങൾ രാവിലെ തന്നെ വന്നതാ, പപ്പയെ കണ്ടില്ലല്ലോ. ഞാൻ എസ്റ്റേറ്റിൽ പോയിരുന്നതാ. അല്ല, നിങ്ങൾക്ക് എന്തായിരുന്നു പെട്ടെന്ന് ഇങ്ങ് എത്തേണ്ട ആവശ്യം? ഇവിടെ ഒരു വിരുന്നുകാരൻ വരുന്നുണ്ട്, അവൻ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ എന്തായാലും വേണമെന്ന് തോന്നി. അതുകൊണ്ടാണ് പെട്ടെന്ന് ആ വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്നും പുറപ്പെട്ടത്. വിരുന്നുകാരൻ വരുമ്പോഴേ ഇവിടെ വരവേൽക്കാൻ ആരെങ്കിലും വേണ്ടേ, അതുകൊണ്ടാണ് എന്നൊക്കെ അലീന പറഞ്ഞു നിർത്തിയപ്പോഴേക്കും പുറത്തൊരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടിട്ട് സ്റ്റാൻലിയും അലീനയും ചാച്ചനും കൂടി പുറത്തേക്ക് ചെല്ലാണ്. അതെ, വന്നത് രോഹിത് തന്നെയായിരുന്നു. രോഹിത് വന്ന് കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് കാണുമ്പോൾ തന്നെ സ്റ്റാൻലിക്ക് ആളെ മനസ്സിലായിരുന്നു. ചാച്ചനും അവനെ കണ്ടപ്പോൾ തന്നെ എന്തോ ഇഷ്ടപ്പെടാത്തൊരു മുഖഭാവം ഉണ്ടായിരുന്നു ആ മുഖത്ത്. അലീന ഓടിച്ചെന്ന് അവൻ്റെ കയ്യിൽ നിന്നും ആ ബാഗൊക്കെ വാങ്ങുകയാണ്. കാറുകാരനോടായിട്ട് തിരിച്ചു പോയിക്കോളാൻ പറഞ്ഞിട്ട് പൈസയൊക്കെ കൊടുക്കുന്നുണ്ട് രോഹിത്. ഇത് കാണുമ്പോൾ സ്റ്റാൻലിക്കും ചാച്ചനും മനസ്സിലാവുന്നുണ്ട് അവൻ ഇന്ന് തിരിച്ചു പോകാനായിട്ട് വന്നതല്ലെന്ന്. അങ്ങനെയായിരുന്നെങ്കിൽ വന്ന കാറിനെ അവൻ തിരിച്ചയക്കത്തില്ലായിരുന്നുവല്ലോ. ലാലിച്ചൻ അലീനയോടായിട്ട് ചോദിക്കുന്നുണ്ട്, ഓ ഇതായിരുന്നു അല്ലേ നിൻ്റെ വിരുന്നുകാരൻ? അയാളുടെ ആ വാക്കും രോഹിത്തിനോ നേരെയുള്ള ആ നോട്ടവും രോഹിത്തിനെ വല്ലാതെ തോന്നിയെങ്കിലും അവൻ അതൊന്നും ഗൗനിക്കാൻ നിന്നില്ല. തൻ്റെ ചേച്ചി അരികിലുണ്ടല്ലോ എന്ന് മാത്രമായിരുന്നു അവൻ ആ സമയത്ത് ചിന്തിച്ചത്. അലീന രോഹിത്തിനോടായിട്ട് അകത്തേക്ക് കയറി വായോ എന്ന് പറയുന്നുണ്ട്. അലീനയുടെ പിന്നാലെ തന്നെ രോഹിത്തും കയറി ചെല്ലുന്നുണ്ട്. ഒട്ടും ഇഷ്ടമില്ലാതെ തന്നെ ഔതുകുട്ടിച്ചായനും സ്റ്റാൻലിയും അവർക്ക് പിന്നാലെ തന്നെ അകത്തേക്ക് കയറുകയാണ്. വീട്ടിൽ വന്ന ഒരാളാണല്ലോ എന്ന് കരുതിയിട്ടാവാം സ്റ്റാൻലി രോഹിത്തിനോടായിട്ട് ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സോഫയ്ക്ക് നേരെ കൈ ചൂണ്ടിക്കാണിച്ചു. രോഹിത്ത് അവിടെ ഇരുന്നു. അരികിൽ തന്നെ അലീനയോടായിട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, ഒരാൾ വീട്ടിൽ വന്ന് കയറിയിട്ട് അയാൾക്ക് ഒന്നും കൊടുക്കണം എന്നുള്ള ചിന്തയൊന്നുമില്ലേ എന്ന് കുറച്ച് ഗൗരവത്തോടു കൂടി തന്നെയാണ് സ്റ്റാൻലി ചോദിക്കുന്നത്. സ്റ്റാൻലിയുടെ വളരെ ഗൗരവത്തോടു കൂടിയുള്ള അലീനയോടുള്ള പെരുമാറ്റമൊക്കെ കണ്ടിട്ട് രോഹിത്തിന് വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട്. ഇവിടെയാണല്ലോ എൻ്റെ ചേച്ചി വന്ന് എത്തിപ്പെട്ടത്. ഇത്രയും പാവമായ ചേച്ചിക്ക് എവിടെ ചെന്നാലും ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകൾക്ക് എന്നൊക്കെ രോഹിത്ത് ചിന്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അലീന
അലീനയ്ക്ക് അതൊന്നും അത്ര പ്രശ്നമല്ല, ആര് എന്ത് കാണിച്ചാലും. അതിന് മറുപടിയായിട്ട് അലീന പറയുന്നുണ്ട്, അയ്യോ പപ്പ, ഞാൻ ഇവനെ കണ്ട സന്തോഷത്തിൽ മറന്നുപോയതാ എന്ന് പറഞ്ഞപ്പോഴേക്കും ഔതുകുട്ടിച്ചായൻ പറയുന്നുണ്ട്, വരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും ജ്യൂസ് അടിക്കലും ഫ്രൂട്ട്സ് എടുത്ത് കഴുകി വെക്കലും അരിഞ്ഞു വെക്കലും എന്തൊക്കെയായിരുന്നു ഇവിടെ ബഹളം എന്ന് പറയുകയാണ്. രോഹിത്ത് അലീനയെ നോക്കി സ്നേഹത്തോടു കൂടി പുഞ്ചിരിച്ചു. അലീന അതെടുക്കാനായി കിച്ചണിലേക്ക് പോവുകയാണ്. ഇതേ സമയം സ്റ്റാൻലി അവനോടായി ചോദിക്കുന്നുണ്ട്, മേനോൻ്റെ മൂത്ത മകനാണല്ലേ? മേനോൻ പറഞ്ഞിരുന്നു മൂത്തത് മകനാണെന്നും അതിന് താഴെ 2 പെൺകുട്ടികളാണെന്നൊക്കെ. എന്തിപ്പോൾ ചെയ്യുന്നേ എന്നൊക്കെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ചോദിക്കുകയാണ്. കിച്ചണിൽ നിന്നും അവനുള്ള ജ്യൂസും എടുത്ത് തിരിച്ചു വരുന്ന അലീന, രോഹിത്ത് മറുപടി പറയുന്നതിന് മുമ്പായിട്ട് തന്നെ അലീന തൻ്റെ പപ്പയോട് പറയുന്നുണ്ട്, പപ്പ, മേനോൻ്റെ മൂത്ത മകനാണെന്നുള്ളത് ആദ്യത്തെ പ്രസക്തി തന്നെ, എങ്കിലും ഇപ്പം ഇവിടെ എൻ്റെ ആങ്ങളെയാട്ടോ, അങ്ങനെ ആയിരിക്കണം പപ്പ അവനെ കാണേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അലീന. സ്റ്റാൻലിക്ക് അതത്ര ഇഷ്ടപ്പെട്ടില്ല. തൻ്റെ മകളിൽ മറ്റാരും അധികാരവും അവകാശവും പറയുന്നത് സ്റ്റാൻലിക്ക് എന്തോ അതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അടുത്തതായിട്ട് അലീന പറയുന്നുണ്ട്, അവനെ ബാംഗ്ലൂർക്ക് പോവുകയാണ് പപ്പ, അതിനു മുമ്പ് എന്നെ കാണണമെന്നും എൻ്റെ കൂടെ 2 ദിവസം നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് അവിടെ അച്ഛന് സ്വൈര്യം കൊടുക്കാണ്ടായപ്പോൾ അച്ഛൻ കയറ്റി വിട്ടതാ ഇങ്ങോട്ട്. പപ്പയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ഇനിയിപ്പോൾ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ, വരുന്നതിന് മുമ്പല്ലല്ലോ ചോദിച്ചത്, വന്നു കഴിഞ്ഞിട്ടല്ലേ എന്ന് സ്റ്റാൻലിയും പറയുകയാണ്. രോഹിത്തിന് സ്റ്റാൻലിയുടെ സ്വഭാവത്തിൽ വല്ലാത്തൊരു വിഷമം തോന്നി. ഇയാൾ എന്തൊരു മനുഷ്യനാ, ഒരാളോടും എങ്ങനെയാ സംസാരിക്കേണ്ടതെന്ന് പോലും ഇയാൾക്കറിയത്തില്ലേ? ഒരാളിങ്ങനെ ഇരുത്തിക്കൊണ്ടാണോ ഇങ്ങനെ മോശം സംസാരിക്കേണ്ടത്? എന്തായാലും കൊള്ളാം, അമ്മയും കൊള്ളാം, അമ്മയുടെ പഴയ കാമുകനും കൊള്ളാം, രണ്ടിനും ഒരേ സ്വഭാവം എന്നൊക്കെ രോഹിത്ത് മനസ്സുകൊണ്ട് ചിന്തിച്ചു പോകുന്നുണ്ട്. അതുപോലെ തന്നെ രോഹിത്ത് മനസ്സുകൊണ്ട് പറയുക, ഇവർ തമ്മിലായിരുന്നു ചേരേണ്ടത്, പാവൻ്റെ അച്ഛൻ പെട്ടുപോയല്ലോ എന്നുകൂടി രോഹിത്ത് ചിന്തിച്ചു പോകുകയാണ്. അലീന 3 പേർക്കുമായിട്ട് ജ്യൂസ് ഗ്ലാസ് കൊടുക്കുകയാണ്. 3 പേരും ജ്യൂസ് കുടിക്കുന്നതിനിടയിൽ തന്നെ സ്റ്റാൻലി രോഹിത്തിനോടായി ചോദിക്കുന്നുണ്ട്, അല്ലട കൊച്ചനെ, നീയല്ലേ മുൻപ് ആ കേസിലൊക്കെ പെട്ടത്? ഞാൻ എപ്പോഴോ ആ ന്യൂസ് വായിക്കുകയും ഇവിടെ വന്ന് മേനോൻ അയാളുടെ ജീവിതകഥയൊക്കെ പറഞ്ഞു പോയതിന് ശേഷം ഈ ന്യൂസിനെ കുറിച്ച് പിന്നീട് ആരോ എന്നോട് പറയുകയൊക്കെ ചെയ്തിരുന്നു. നിൻ്റെ ഫോട്ടോയും പത്രത്തിലുണ്ടായിരുന്നല്ലോ കൂട്ടുപ്രതിയായിട്ട്. അവിടെ നിന്നും നീ തലനാരി ഇഴക്കി രക്ഷപ്പെട്ടു പോന്ന കഥയും ഞാൻ കേട്ടിരുന്നു. എന്തായാലും കൊള്ളാം, ഇത്ര വലിയ പ്രശ്നങ്ങൾ നടന്നിട്ടും നീ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോന്നല്ലോ എന്നൊക്കെ രോഹിത്തിൻ്റെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിക്കുന്ന രീതിയിലായിരുന്നു സ്റ്റാൻലിയുടെ സംസാരം. എന്നാൽ രോഹിത്തിന് അതൊന്നും അത്ര പുത്തിരിയായിട്ട് തോന്നിയില്ല. പക്ഷേ അലീനയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. അലീന എടുത്തടിച്ച പോലെ പപ്പയോട് പറഞ്ഞു, പപ്പ, അവൻ നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ടല്ലേ അവൻ ആ കേസിൽ നിന്നും ഊരിപ്പോന്നത്? അതെന്താ പപ്പ ചിന്തിക്കാത്തത്? പപ്പ എന്തോ ഭാഗ്യം കൊണ്ട് ഊരിപ്പോന്നു എന്നാ പപ്പ ഇപ്പോൾ പറഞ്ഞത്. അങ്ങനെയല്ല കേട്ടോ, അവൻ ആ കേസിൽ പെട്ടിട്ടില്ലാന്ന് പൂർണ്ണ ബോധ്യം കോടതിക്ക് വന്നതുകൊണ്ട് തന്നെയാണ് അവൻ ആ കേസിൽ നിന്നും കോടതി വെറുതെ വിട്ടത്. അവനെ ആ പെൺകുട്ടി ഉപദ്രവിച്ചിരുന്നുവെങ്കിൽ ഒരു പെൺകുട്ടികളും കോടതി കയറി പറയില്ലല്ലോ പപ്പ എന്നെ അയാൾ ഒന്നും ചെയ്തിട്ടില്ലെന്ന്, ഈ 4 പ്രതികളിൽ അയാൾ ഉണ്ടായിരുന്നില്ലെന്ന്. ഇതിപ്പോൾ അതൊക്കെ അന്ന് ആ കോടതിയിൽ തെളിഞ്ഞത് കൊണ്ട് തന്നെയാണ് പപ്പ അവൻ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കാൻ കഴിഞ്ഞതെന്ന് അലീനയും വളരെ രൂക്ഷമായിട്ട് തന്നെ പറയുകയാണ്. ഇത് കേൾക്കുന്ന സ്റ്റാൻലി പറയുന്നുണ്ട്, ഇറ്റ്സ് ഓക്കെ, എനിക്ക് അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് അറിയാനൊന്നും ആഗ്രഹമില്ല. ഞാനിങ്ങനെ അവനെ കണ്ടപ്പോൾ അത് ഓർത്തു, അത് പറഞ്ഞു എന്ന് മാത്രം. അവിടെ നിന്നും ചാടി എഴുന്നേറ്റുകൊണ്ട് ആൻ്റപ്പനെ ഉറക്കെ അലറി വിളിക്കുകയാണ് സ്റ്റാൻലി. ആൻ്റപ്പ, ആ സോഡയും ഗ്ലാസ്സും ഒക്കെ ഒന്ന് എടുത്ത് വെക്കാമോ? എനിക്ക് 2 കഴിക്കണം, എന്നിട്ട് വേണം എനിക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ പോകുകയാണ്. രോഹിത്ത് അവിടെ നിന്നും എഴുന്നേറ്റു തൻ്റെ ചേച്ചിയുടെ അരികിലേക്ക് ചെന്നു. ചേച്ചിയോടായിട്ട് അവൻ ചോദിക്കുകയാണ്, ചേച്ചിക്ക് ഇവിടെ സുഖമാണോ എന്ന്. അലീന അവൻ്റെ തോളിൽ കൈവച്ചിട്ട് പറഞ്ഞു, ചേച്ചിക്ക് എവിടെ പോയാലും ചേച്ചി കണ്ടെത്തുന്നൊരു സുഖമുണ്ട്, ആ സുഖം ചേച്ചിക്ക് ഇവിടെയുമുണ്ട്. നീ ഇതൊന്നും കണ്ട് പേടിക്കണ്ട, പപ്പയുടെ സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന്. രോഹിത്തിൻ്റെ മുഖം മാറിയതും രോഹിത്ത് തൻ്റെ ചേച്ചിക്ക് ഇവിടെ അത്ര സന്തോഷമല്ലെന്ന് ചിന്തിക്കുന്നതൊക്കെ കണ്ട് ഔതുക്കുട്ടിക്ക് വല്ലാത്ത വിഷമം തോന്നി.
അവരുടെ ചേച്ചിയെ ഇവിടെ കൊണ്ടുവന്നിട്ട് എല്ലാവരും കൂടി ബുദ്ധിമുട്ടിക്കുകയാണെന്നുള്ള മെൻറ്റാലിറ്റി ആയിരിക്കും രോഹിത്തിൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവുക എന്ന് ഔതുകുട്ടിച്ചായനും തോന്നുകയാണ്. ഔതുകുട്ടിച്ചായൻ രോഹിത്തിനോടായി പറയുന്നുണ്ട്, അതേ ചേച്ചി ഇവിടെ ആരും ബുദ്ധിമുട്ടിക്കുന്നൊന്നുമില്ല കേട്ടോ. അവൻ്റെ രീതികൾ അങ്ങനെയാണ്. അവൻ ഒരു പട്ടാളക്കാരനല്ലേ, അതിൻ്റേതായ ഗൗരവവും സീരിയസ്നെസ്സും ഒക്കെ അവൻ്റെ സ്വഭാവത്തിൽ കാണും. അതൊന്നും അവളോടങ്ങനെ കാണിക്കാറൊന്നുമില്ല, ആരോടും കാണിക്കാറില്ല. അവൻ്റെ സ്വാഭാവികമായ രീതികൾ അങ്ങനെയാണെന്ന് മാത്രമെന്ന് രോഹിത്തിനോടായി പറയുമ്പോൾ രോഹിത് ഒന്ന് മൂളുക മാത്രം ചെയ്തു. അലീന ആ സീനൊന്ന് കട്ട് ചെയ്യണമല്ലോ എന്നാലോചിച്ച് കൊണ്ട് അലീന അവനോടായി പറയുന്നുണ്ട്, നീ വായോ, നിനക്കായിട്ട് ഞാനൊരു റൂം കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് രോഹിത്തിനെയും കൂട്ടി മുറിയിലേക്ക് പോവുകയാണ്. മുറിയിൽ ചെന്നിട്ട് അലീന രോഹിത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോഴും രോഹിത്തിൻ്റെ മുഖം വല്ലാതെ വാടിയിരിക്കുന്നത് കാണാണ്. രോഹിത്തിനോടായിട്ട് അലീന പറയുകയാണ്, നിനക്ക് പപ്പ പറഞ്ഞതൊക്കെ വിഷമമായി പോയോ എന്ന് ചോദിക്കുന്നുണ്ട്. അലീനയോ വിഷമിപ്പിക്കരുതല്ലോ എന്നാലോചിച്ചിട്ട് രോഹിത്ത് പറയുന്നുണ്ട്, എനിക്കെന്ത് വിഷമം ചേച്ചി, ഞാൻ ചെയ്തു വെച്ചതല്ലേ മറ്റുള്ളവരെന്നെ പറയുന്നുള്ളൂ, അല്ലാതെ ഇല്ലാത്തതൊന്നും അല്ലല്ലോ. സാരില്ല, എനിക്ക് ആ കാര്യത്തിലൊന്നും വിഷമില്ല. എനിക്ക് ചേച്ചിയെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ചേച്ചിക്ക് എവിടെ ചെന്നാലും മനസ്സറിഞ്ഞൊന്ന് സന്തോഷിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന്. അത് കേൾക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, എടാ ഇതൊന്നും അല്ല കേട്ടോ പപ്പ, നീ ആ കാര്യം ആലോചിച്ച് വിഷമിക്കണ്ട. എനിക്ക് വിഷമം തോന്നിയത് നിന്നെ പപ്പ അങ്ങനെയൊക്കെ പറഞ്ഞതിനാ. അതിനുള്ള മറുപടിയും ഞാൻ കൊടുത്തിട്ടുണ്ട്. പപ്പ എന്നോട് വന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ട്, എന്ത് പറയാനുണ്ടെങ്കിലും മുഖത്ത് നോക്കി, ആരുടെയും മുഖത്ത് നോക്കി പറയണമെന്ന്. പറയുന്ന വാക്കിൽ സത്യവും നീതിയും ഉണ്ടായിരിക്കണമെന്ന് മാത്രം പപ്പ പറഞ്ഞിട്ടുണ്ട്. നീ ഒരു പട്ടാളക്കാരൻ്റെ മകളാണ്, ആ അന്തസ്സും മര്യാദയും നീ ആരോടും കാണിക്കണമെന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് പട്ടാളക്കാരനോട് തന്നെ കാണിക്കണമല്ലോ. അതുകൊണ്ടാണ് മോനെ ഞാൻ അതിന് അപ്പം തന്നെ പപ്പയ്ക്ക് മറുപടി കൊടുത്തത്. പപ്പയും കണ്ടില്ലേ, പെട്ടിയും പ്രമാണവും ചുരുക്കി അടക്കി വേഗം അങ്ങ് ഒഴിവായി പോയത്. നീ അതൊന്നും കണ്ട് പേടിക്കണ്ട കേട്ടോ. ഇതിപ്പോൾ പപ്പ തോട്ടത്തിൽ നിന്നും കയറി വന്നതാ, നീ വന്ന സമയത്ത് തന്നെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ എന്തെങ്കിലും ടെൻഷനായിരിക്കും. 2 ദിവസം നീ എൻ്റെ കൂടെ നിൽക്ക്, അപ്പോൾ നിനക്ക് എല്ലാം മനസ്സിലാകും. 2 ദിവസം ആക്കണ്ട, ഒരാഴ്ച തന്നെ ആയിക്കോട്ടെ. ഇവിടെ നിന്ന് എൻ്റെ കൂടെ കുറച്ച് അടിമപ്പണികളൊക്കെ ചെയ്യിക്കാനുണ്ട്. നീ കാണാത്ത കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ, കണ്ട് പേടിക്കാൻ നിൽക്കരുത് കേട്ടോ. അലീനയുടെ മുഖത്തെ ആ ചിരി കണ്ടപ്പോൾ രോഹിത്തിന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. രോഹിത്ത് തമാശ രൂപേണ അലീനയോടായി ചോദിക്കുന്നുണ്ട്, ഇവിടെയുള്ളത് ഏതു തരം ഭീകരജീവികളാ? വൈജയുടെ അടുത്തുനിന്ന് വരുന്ന എന്നോടാണോ ഇവിടെയുള്ള ഭീകരജീവികളെ കണ്ട് പേടിക്കരുതെന്ന് പറയുന്നത്? അലീനയ്ക്ക് രോഹിത്തിൻ്റെ വാക്കുകൾ കേട്ട് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. രോഹിത്തിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് അലീന പറഞ്ഞു, ദേ വേണ്ട വേണ്ട, അമ്മമാരെ കളിയാക്കിക്കൊണ്ടല്ല ഒരു തമാശയും വേണ്ട കേട്ടോ. ചേച്ചിയോട് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. അത് ഇതിനിടയ്ക്ക് മറന്നു പോകരുത്. അതുകൊണ്ടാണ് ഇപ്പം തന്നെ ഞാൻ ചേച്ചിയോടത് പറയുന്നത്. അതെന്താടാ ഇത്ര വലിയ സീരിയസ് ആയ കാര്യം? അതൊക്കെ പറയാം. ചേച്ചി ഇപ്പോൾ ഫ്രീ ആണോ? ഞാൻ കിച്ചണിലെ കുറച്ച് ഡ്യൂട്ടികളും കൂടിയുണ്ട്. നമുക്കേ വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കണം. നീയേ പപ്പയെ കണ്ടതല്ലേ, ഭക്ഷണ കാര്യത്തിലൊക്കെ ഭയങ്കര കർക്കശക്കാരനാ. കൃത്യസമയത്ത് കൃത്യമായ ഫുഡ് എന്ന രീതികളൊക്കെ ഉണ്ട് ഇവിടെ. അതിനായിട്ടുള്ള പ്രിപ്പറേഷൻ നമുക്കിപ്പം തന്നെ അങ്ങ് തുടങ്ങിക്കഴിയാം. എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് 2 പേർക്കും കൂടി ഫ്രീ ആയിട്ടിരുന്ന് ഒരുപാട് വിശേഷങ്ങൾ പറയാനും ഉണ്ട്, ചോദിക്കാനും ഉണ്ട് നിൻ്റെ അടുത്ത്. അതെയോ, എന്നാൽ ഞാനും വരാം ചേച്ചിയെ സഹായിക്കാൻ. അങ്ങനെയാണോ? എന്നാൽ നീയും പോര്. നീ ഇന്നെൻ്റെ അടിമയായിരിക്കും. ആയിക്കോട്ടെ, എനിക്കതിൽ യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ 2 പേരും കൂടി വളരെ സന്തോഷത്തോടു കൂടി കിച്ചണിലേക്ക് പോവുകയാണ്. തുടർക്കഥയുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ശുഭരാത്രി.